രാജ്യത്ത് ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്ത് ജോൺ ബ്രിട്ടാസ് MP. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിന് പിന്തുണ നൽകാൻ എത്തിയപ്പോഴാണ് രാജ്യത്തെ രക്ഷിക്കാൻ ജൻസി യുവാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അവർ തെരുവിലിറങ്ങണമെന്നും ജോൺ ബ്രിട്ടാസിന്റെ ആവശ്യം വരുന്നത്. നേരത്തെ തന്നെ രാജ്യത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേപ്പാളിലും ബംഗ്ലാദേശിലും ആവർത്തിച്ചത് ഇന്ത്യയിലും ആവർത്തിക്കണം എന്ന നീക്കത്തിലാണ് കോക്രോച്ച് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് ചില വിലയിരുത്തലുകൾ. അതിന് പിന്നാലെയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വരുന്നത്. ജോൺ ബ്രിട്ടാസിന്റെ ലക്ഷ്യവും ഇന്ത്യയിൽ കലാപമുണ്ടാക്കാനാണോ? ഇന്ത്യയും ഒരു ബംഗ്ലാദേശ് പോലെയോ ഒരു നേപ്പാൾ പോലെയോ ഒക്കെയായി, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിൽ നിന്ന് ഓടിച്ചതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാട് കടത്താനുള്ളൊരു ആഹ്വാനമാണോ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് എന്ന ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉയരുകയാണ്. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ മരണത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണ് എന്ന പ്രചരണവും ബ്രിട്ടാസ് നടത്തി എന്നാണ് അറിയുന്നത്. പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം തീർക്കും. പ്രതിപക്ഷ MP-മാർ ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും. ജന്തർ മന്ദറിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും എന്നാണ് ബ്രിട്ടാസിന്റെ വാക്കുകൾ. രാജ്യത്തെ അസ്ഥിരമാക്കി ഭീകരർക്ക് താവളമാക്കി വിട്ടുകൊടുക്കാൻ വിദേശ ശക്തികൾ നടത്തുന്ന നീക്കത്തിന് വളമിടുകയല്ലേ ബ്രിട്ടാസ് എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി സമരം ആറിത്തണുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നതോടെ അതിനെ ആളിക്കത്തിക്കാൻ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രസ്താവനകൾ നടത്തിയിരുന്നു. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിനെ നേരിട്ട് കണ്ടാണ് MA ബേബിയും ബൃന്ദ കാരാട്ടും സമരത്തിന് പിന്തുണ അറിയിച്ചത് എന്നതും ശ്രദ്ധേയം. ഞായറാഴ്ചയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ സോനം വാങ്ചുക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തോട് പൂർണ്ണമായും യോജിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം MA ബേബി അറിയിച്ചത്. ഇതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചൈനയിൽ നിന്നും പച്ചക്കൊടി കിട്ടിയോ എന്ന പരിഹാസവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ മാസം കൂലിക്കൂടുതൽ ആവശ്യപ്പെട്ട് ഗുർഗാവിലെ ഫാക്ടറികളിൽ നടന്ന സമരത്തെയും CPM പിന്തുണച്ച രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദന രംഗത്തെ കുതിപ്പിനെ തകർക്കാനുള്ള ചൈനീസ് ഗൂഢാലോചനയല്ലേ ഇതിന്റെ പിന്നിലെന്നും വിലയിരുത്തലുകൾ ഉയരുന്നുണ്ട്. അതിനുശേഷമാണ് വീണ്ടും MA ബേബി ദില്ലിയിൽ നടക്കുന്ന മറ്റൊരു സമരത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ആഴ്ച എത്തിയത്. കുറ്റമറ്റ രീതിയിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തിയതിന് ശേഷം പൊതുവെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ പരാതി ഇല്ലാതായതോടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് വിദ്യാർത്ഥി പിന്തുണ പ്രതീക്ഷിച്ച വിധം ലഭിച്ചില്ല. പല രീതിയിൽ സമരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ് CPM-ന്റെ ഐക്യദാർഢ്യം. ഇക്കൂട്ടത്തിലാണ് ബ്രിട്ടാസിന്റെ ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന. എന്തായാലും CPM പാർട്ടി രാജ്യത്ത് ഒരു കലാപമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിലും ഒപ്പം സോഷ്യൽ മീഡിയയിലും പല പ്രൊഫൈലുകളിലൂടെ പുറത്തുവരുന്ന വിലയിരുത്തലുകൾ. എന്തൊക്കെയായാലും ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് രാജ്യസ്നേഹം അമിതമായി പുറത്തു കാണിച്ചില്ല എങ്കിലും രാജ്യദ്രോഹപരമായ പ്രസ്താവനകൾ നടത്തുന്നത് ഒരിക്കലും അനുകൂലിക്കാൻ സാധിക്കുകയില്ല, പിന്തുണയ്ക്കാൻ സാധിക്കുകയില്ല എന്ന അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും, സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. ശരിക്കും ഈ നേതാക്കൾ MA ബേബിയെ പോലുള്ളവർ, ജോൺ ബ്രിട്ടാസ് MP പോലെയുള്ളവരൊക്കെ ലജ്ജിക്കണം. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്വന്തം രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഇത്തരം രാജ്യദ്രോഹപരമായ പ്രസ്താവനകൾക്കും അതുപോലെ തന്നെ രാജ്യദ്രോഹപരമായ നീക്കങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതിന്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.